ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ് ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സൈൻ ഫംഗ്ഷന്റെ ആയിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് കോസ് 80ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കണം. ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് കോസ് 80. ഡെഫിനിഷൻ പ്രകാരം ഇന്റഗ്രൽ 0 to infinity e raised to minus st into f of t dt എന്നാണ് വരിക. അപ്പോൾ f of t ക്ക് പകരം നമ്മളെ f of t cos 80 ആയതുകൊണ്ട് cos 80 dt ഈ ഒരു ഇന്റഗ്രേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ ഒരു ഇന്റഗ്രേഷനും കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ തന്നെ ഇന്റഗ്രേഷൻ റിസൾട്ട് അറിഞ്ഞാലോ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇന്റഗ്രൽ e raised to ax into cos bx dx ന്റെ ആൻസർ അറിയണം. e raised to ax by a square plus b square into a cos bx plus b sin bx. ഇതായിരിക്കും ഈ ഇന്റഗ്രേഷന്റെ ആൻസർ. അപ്പൊ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുക, എയും ബിയും എന്താണെന്ന് കമ്പയർ ചെയ്തിട്ട് ഇതിന്റെ ആൻസർ എഴുതാം. അപ്പൊ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എ ഈക്വൽ ടു, അതായത് ഇ റേസ് ടു എ എക്സ് ആണ് ഇവിടെ ഇ റേസ് ടു മൈനസ് എസ് ടി ആണ്. അത് തമ്മിൽ കമ്പയർ ചെയ്താൽ എ ഈക്വൽ ടു മൈനസ് എസ് ആണ് കിട്ടും. അതേപോലെ ബി ഈക്വൽ ടു ഇവിടെ കോസ് ബി എക്സ്, ഇവിടെ കോസ് 80. അപ്പൊ കമ്പയർ ചെയ്താൽ ബി ഈക്വൽ ടു എ ആണെന്ന് കിട്ടും. സോ ഈ ഒരു ഇന്റഗ്രേഷന്റെ ആൻസർ ദാറ്റ്സ് ഈക്വൽ ടു ഇ റേസ് ടു എ എക്സ് എന്നുള്ളത് ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ളത് മൈനസ് എസിന്റെ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ളത് എ സ്ക്വയർ ആയി മാറും. ബ്രാക്കറ്റില് എ കോസ് ബി എക്സ് ആണ്. ഇവിടേക്ക് വരുമ്പോൾ എക്സ് ഒക്കെ ടി ആയി മാറും. മൈനസ് എസ് കോസ് 80 പ്ലസ് എ സൈൻ 80. സോ ലിമിറ്റ് കൊടുക്കേണ്ടത് 0 to infinity. സോ ലിമിറ്റ് കൊടുക്കുന്നതിന്റെ ഉള്ളിൽ കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. ഈ കേസിൽ കോൺസ്റ്റന്റ് ഈ ഡിനോമിനേറ്റർ ആണ്, കാരണം ഇവിടെ ടി ഒന്നുമില്ല. അപ്പൊ അതായിരിക്കും കോൺസ്റ്റന്റ്. ഞാൻ 1 ബൈ മൈനസ് എസിന്റെ സ്ക്വയർ എസ് സ്ക്വയർ ആണ് പ്ലസ് എ സ്ക്വയറിനെ പുറത്ത് വെച്ച് ബ്രാക്കറ്റിൽ ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു മൈനസ് എസ് കോസ് 80 പ്ലസ് എ സൈൻ 80. ലിമിറ്റ് 0 to infinity. That's equal to 1 by s square plus a square. സോ നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കാൻ പോവാണ്. ടിക്ക് പകരം അപ്പർ ലിമിറ്റ് ആയ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഈ ഒരു ടേം ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ആയി മാറും. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ ഈ ഒരു ടേം 0 ആയതുകൊണ്ട് ഈ കംപ്ലീറ്റ് ടേംസ് 0 ആയി മാറും. അപ്പൊ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 മൈനസ് ലോവർ ലിമിറ്റ് ടിക്ക് നമ്മൾ 0 കൊടുക്കാൻ പോവാണ്. അപ്പൊ ടിക്ക് 0 കൊടുക്കുമ്പോൾ ഇ റേസ് ടു 0 1. ഇവിടെ ടിക്ക് 0 കൊടുക്കുന്ന സമയത്ത് സൈൻ 0 ആയി മാറി. സൈൻ 0 0 തന്നെയാണ്. അപ്പൊ ഈ ടേം ഇല്ലാണ്ടായി പോയി. കോസ് 0 ആവും. ഇവിടെ ടിക്ക് 0 കൊടുത്താൽ കോസ് 0 1 ആവും. അപ്പം ഈ ടോട്ടൽ ആൻസർ മൈനസ് എസ് ആയി മാറും. കാരണം ഇത് 1, ഈ ഒരു ടേം 1 ആയി മാറും, ഇത് 1 ആയി മാറും, ഈ ടേം 0 ആയി മാറും. ഈ ടേം 0 ആയതുകൊണ്ട് ഇത് കംപ്ലീറ്റ് 0 മൈനസ് എസ് ഇൻറ്റു 1 പ്ലസ് 0 ദാറ്റ് ഈസ് മൈനസ് എസ് പ്ലസ് 0 ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് എസ്. ലോവർ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് മൈനസ് എസ് ആയി മാറും. That's equal to 1 by s square plus a square into 0 minus minus s എന്ന് പറഞ്ഞാൽ 0 plus s, that's equal to s. So that's equal to final answer s by s square plus a square. അപ്പൊ cos 80 ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ s by s square plus a square ആണ്. ഇത് നമുക്ക് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് cos 2t ചോദിച്ചാൽ cos 80 ആണെങ്കിൽ s by s square plus a square. അപ്പം cos 2t എന്ന് പറഞ്ഞാൽ a ക്ക് പകരം 2 ആണ്. അപ്പം s by s square plus a square എന്നുള്ളത് 2 സ്ക്വയർ ആയി മാറും. ദാറ്റ്സ് ഈക്വൽ ടു s by s square plus 4. ഇതാണ് cos 2t ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ. അതേപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് cos 3t ദാറ്റ്സ് ഈക്വൽ ടു, ഈ കേസിൽ a ക്ക് പകരം 3 ആണ്. അപ്പം നമ്മളെ ആൻസർ പ്രകാരം s by s square plus a square എന്നുള്ളത് 3 സ്ക്വയർ ആയി മാറും. ദാറ്റ് ഈസ് s by s square plus 9. ഈ രീതിയിലാണ് കോസ് ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കുന്നത്.
അപ്പോൾ ബേസിക് ആയിട്ട് അറിയേണ്ടത് കോസ് 18ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ s ബൈ s സ്ക്വയർ പ്ലസ് a സ്ക്വയർ. ഓക്കെ, താങ്ക് യു.